വൈറ്റ് ഹൗസ് മുന്നോട്ട് വച്ചിരിക്കുന്ന 20 പോയിന്റുകളുള്ള അജണ്ട എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. അതിൻ്റെ പ്രധാനപ്പെട്ട ചില പോയിന്റ്സ്. ഈ അജണ്ട അംഗീകരിച്ചാൽ ഗസ മേഖലയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നും മാത്രമല്ല, ഇസ്രയേലും ഹമാസും പരസ്പരം തടവുകാരെ, ബന്ദികളെ ഒക്കെ കൈമാറുകയും ചെയ്യും 72 മണിക്കൂറിനുള്ളിൽ. ഹമാസും ഇസ്രയേലും ഈ പദ്ധതി സമ്മതിച്ചാൽ ഉടൻ തന്നെ ഗസയിലേക്ക് സഹായ വിതരണം ആരംഭിക്കും. ഒരു താൽക്കാലികമായിട്ട് ടെക്നിക്കൽ സമിതിയെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി നിയമിക്കും. അതിന് UN-ഉം റെക്ടർസൻറ്റും നേതൃത്വം കൊടുക്കും. അങ്ങനെ വളരെ വിശാലമായ കാഴ്ചപ്പാടിലാണ് ഇപ്പോൾ ഈ അജണ്ട മുന്നോട്ട് വച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തെ യുദ്ധത്തിനിടയിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഗസ പുനർനിർമ്മിക്കാൻ വേണ്ട സർവ്വസഹായങ്ങളും നൽകുമെന്ന ഒരു പ്രഖ്യാപനം വളരെ വിശിഷ്ടമായിട്ട് വന്നിട്ടുണ്ട്. പുനർനിർമ്മാണത്തിന് വേണ്ടിയുള്ള ഒരു സമിതിയെ രൂപീകരിക്കും. മാത്രമല്ല, ഏറ്റവും വിശേഷപ്പെട്ട കാര്യം, ഗസക്കാർക്ക് പുറത്തു പോകാനും തിരിച്ചു കയറാനുമുള്ളൊരു അനുവാദം കൊടുക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ സജ്ജീകരിക്കും. അതിർത്തിയിലൊക്കെ കെട്ടിക്കിടക്കുന്ന സഹായത്തിൻ്റെ കാര്യങ്ങളുണ്ടല്ലോ, അവിടെ എത്താതെ കിടക്കുന്നത്, അതൊക്കെ മാറി, ആ സാഹചര്യമൊക്കെ മാറിയിട്ട് സഹായം എത്തിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്ര ആ പദവിയിലേക്കുള്ള, സ്വയംഭരണത്തിലേക്കുള്ള വഴി തുറക്കാൻ വേണ്ടി നടപടികൾ ആരംഭിക്കും. മാത്രമല്ല, ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്ന കാര്യങ്ങളിൽ എല്ലാവർക്കും താല്പര്യം വരാൻ സാധ്യതയുള്ളൊരു കാര്യം, മതങ്ങൾ തമ്മിൽ സമാധാനത്തോടു കൂടിയുള്ള സംവാദമുണ്ടല്ലോ, ഡയലോഗ്സ്, അത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്യുമെന്നുള്ളതാണ്. ഇങ്ങനെയുള്ള സമാധാന ചർച്ചകളാണല്ലോ ലോകത്തെ മുന്നോട്ട് പോകുന്നത്. അത്തരത്തിലുള്ള സംവാദ വേദികൾ, സമാധാനത്തോടു കൂടിയുള്ള ഡയലോഗ്സിന് വേദി ഒരുക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ അജണ്ട രേഖപ്പെടുത്തുമ്പോഴും അസ്വസ്ഥത കിടക്കുന്നത് രണ്ട് കൂട്ടരും ഇത് സമ്പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ തയ്യാറല്ല. ഭാഗികമായിട്ട് ഞങ്ങൾ അംഗീകരിക്കാമെന്ന് പറയുകയാണ്. ഏതായാലും ഞായറാഴ്ച വൈകുന്നേരം വരെ ഇതിന് സമയം കൊടുത്തിട്ടുണ്ട്. ശുഭകരമായ വാർത്തകൾ നമുക്ക് ഫലസ്തീൻ മേഖലയിൽ നിന്ന്, മധ്യേഷ്യയിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്ന് കരുതുകയാണ്.